നമസ്കാരം. കഴിഞ്ഞ ദിവസം സനാതന പുരോഹിത സമാജത്തിൻ്റെ ഗ്രൂപ്പിൽ വലിയൊരു ചർച്ച നടന്നു. അതിൻ്റെ അടിസ്ഥാനം ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു ശാന്തിക്കാരനെ ആവശ്യമുണ്ട് എന്നുള്ള നിലയിൽ ഒരാൾ വിളിക്കുകയും അതിനുശേഷം അവരുടെ ഒരു ചർച്ച ഉണ്ടാവുകയും ചെയ്തു. അതിൽ ഒരാൾ ശാന്തിക്ക് താല്പര്യമുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ യോഗ്യത, നിങ്ങൾ ജനിച്ച കുല ഏതാണ് എന്നുള്ള നിലയിലൊരു അന്വേഷണം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈഴവ സമാജത്തിൽ ജനിച്ചയാളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് നിൻ്റെയൊക്കെ കുലത്തൊഴിൽ നീ നോക്കിയാൽ മതിയല്ലോ എന്നുള്ള പറഞ്ഞ ഒരു ചർച്ചയുണ്ടായി. പക്ഷേ അതിനെ തുടർന്ന് ധാരാളം ആൾക്കാർ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്തു. അങ്ങേര് പറഞ്ഞത് അങ്ങേരുടെ അറിവില്ലായ്മ മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നടപടികൾ എടുക്കണമെങ്കിൽ നമ്മുടെ സംഘടന വളരെ ശക്തമായിട്ട് പോകേണ്ടതുണ്ട്. സംഘടനയിൽ കൂടുതൽ ആൾക്കാർ പങ്കാളികളാകേണ്ടതുണ്ട്. നമ്മുടെ ആശയങ്ങൾ എല്ലാവരും പരസ്പരം നന്നായിട്ട് കൈമാറി അതിനെപ്പറ്റി ശരിക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ. അതുകൊണ്ടാണ് അവിടെ ഒരു മൗനം ദീക്ഷിക്കേണ്ടി വന്നത്. അതുകൊണ്ട് എല്ലാവരും അംഗത്വം എടുത്ത സംഘടനയെ ശക്തമാക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുകയാണ്. അതേപോലെ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞത് കുലത്തൊഴിലാണ് എന്നുള്ള നിലയ്ക്കാണ്. അതിൽ എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് ട്രഡീഷണൽ പാരമ്പര്യമായിട്ട് ബ്രാഹ്മണ്യം ലഭിച്ച ആളാണെന്ന് തോന്നുന്നു ആ സംസാരിച്ചത്. അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ കുലത്തൊഴിലാണിത് എന്നുള്ള നിലയിലാണ് അവർ സംസാരിച്ചത്. ഓരോരുത്തർക്കും അവരവരുടെ കുലത്തൊഴിലുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്, അതും വളരെ നികൃഷ്ടമായിട്ടുള്ള ഭാഷയിൽ. അതുകൊണ്ട് തന്നെ ഒരു ബ്രാഹ്മണന് വേണ്ട യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും അദ്ദേഹത്തിന് ഇല്ല എന്ന് അറിയിക്കാനായിട്ട് ഞാൻ ഈ തരുണത്തിൽ തയ്യാറാകുകയാണ്. ഒരു ബ്രാഹ്മണനും ഇത്തരത്തിൽ സംസാരിക്കില്ല. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ടല്ല ലഭിക്കുന്നതെന്ന് ആ പാവത്തിന് അറിയില്ല. അതുമാത്രമല്ല, നമ്മുടെ ധർമ്മത്തെ ഏറ്റവും കൂടുതൽ ദുഷിപ്പിച്ചത് ജന്മബ്രാഹ്മണർ എന്നുള്ള നിലയിൽ ഉള്ള ഒരു സങ്കല്പമാണ്. അവർക്ക് പോലും ഉപനയന സംസ്കാരത്തിന് ശേഷമാണ് ബ്രാഹ്മണ്യം ലഭിക്കുന്നത് എന്ന് അവർ മറന്നു പോകുന്നു. അവരുടെ കുട്ടികളുണ്ടായാൽ ഉടനെ ബ്രാഹ്മണനാകുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നു ഷോഡശ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കും. ഇന്ന് ഷോഡശ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന എത്ര കുടുംബങ്ങളാണുള്ളത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമായില്ല, ഇനി അങ്ങനെ ഷോഡശ ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിതാവിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയിൽ നിന്നൊരു പുത്രനുണ്ടായാൽ അയാൾ ബ്രാഹ്മണനാകുന്നില്ല. അതിற்கு വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഉപനയന സംസ്കാരത്തോടുകൂടി യാഥാർത്ഥ്യം വരുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ധർമ്മത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. ജന്മം കൊണ്ട് ബ്രാഹ്മണനാകുന്ന ഒരു വ്യവസ്ഥയേ ഇല്ല. അതൊരു തൊഴിലാണ് എന്നുള്ള ഭാവവുമില്ല. ഇന്ന് ക്ഷേത്രത്തിലെ പൗരോഹിത്യം തൊഴിലാണ് എന്നുള്ള ഒരു നിലയിലേക്ക് വന്നു. അവിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. തൊഴിൽ എന്നുള്ള നിലയിലല്ല. നല്ല ഉപാസകന്മാരാണ് ക്ഷേത്രത്തിലെ പൂജാരിമാർ ആകേണ്ടത്. ഉപാസകന്മാർ ഇന്നടത്ത് ജനിക്കണം എന്നൊന്നുമില്ല. ഗുരുനാഥനാണ്, അവരുടെ ഗുരുനാഥനാണ് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഗോത്രവും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സംസ്കാരവും ഒക്കെയാണ് ശിഷ്യൻ അനുഷ്ഠിക്കേണ്ടി വരിക. അപ്പോൾ ആ നിലയിൽ ഒരു നല്ല ഗുരുക്കന്മാരുടെ പരമ്പരയായിട്ടാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന ആൾ എന്നല്ല. ആ ഒരു ആൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠനം ആരംഭിച്ച ഉപനയന സംസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം ഗുരു ഈ വ്യക്തിയുടെ പിതാവും ഗായത്രി എന്ന് പറയുന്നത് മന്ത്രം അദ്ദേഹത്തിൻ്റെ മാതാവുമാകും എന്നാണ്. ഈ പിതാവിൻ്റെ അന്ത്യേഷ്ടികർമ്മം വരെ ഈ ശിഷ്യൻ്റെ അവകാശമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ തരത്തിൽ അടിസ്ഥാനപരമായി ഏതൊരാൾക്കും ഒരു ഗുരുനാഥൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ബ്രാഹ്മണ്യത്തിലേക്ക് കടന്നു വരാം, ഉപനയന സംസ്കാരത്തിലേക്ക് വരാം, ദ്വിജത്വം സ്വീകരിക്കാം എന്ന് നമ്മളുടെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതിനെ മറച്ചു വെച്ചുകൊണ്ട് പാരമ്പര്യമായി അവയെ നിലനിർത്താനുള്ള ശ്രമം ആണ് നമ്മളുടെ ഈ ധർമ്മത്തെ ഇത്രയും അധികം ദുഷിപ്പിച്ചത്. എന്നാൽ കാലങ്ങളുടെ മാറ്റത്തിൽ അതൊക്കെ ചവറ്റുകൊട്ടയിൽ തള്ളപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ കുല ആചാരങ്ങൾ പലപ്പോഴും ഇല്ല. ഒരു സ്വർണ്ണപ്പണിക്കാരൻ തട്ടാൻ, അദ്ദേഹത്തിന് സ്വർണ്ണപ്പണിയില്ല, അതിപ്പോൾ മറ്റുള്ളവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഓരോ മേഖലയിലും നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ അത് ഏതൊരാൾക്കും തൊഴിൽ ചെയ്യാനുള്ള അവകാശം നമ്മളുടെ രാജ്യത്തുണ്ട്. ഏത് തൊഴിൽ സ്വീകരിക്കാനുള്ള അവകാശവുമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രപൂജ എന്ന് പറയുന്ന ഒരു തൊഴിൽ അല്ല, അത് ഉപാസനയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള പുരോഹിതന്മാർ നമ്മളുടെ ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ മാത്രമേ
നമ്മുടെ ധർമ്മത്തിൻ്റെ നിലനിൽപ്പ് ഉണ്ടാകുകയുള്ളൂ. അവർ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. ആധ്യാത്മിക ശാസ്ത്രത്തെപ്പറ്റി നല്ല അറിവുണ്ടായിരിക്കണം. നമ്മുടെ ഗ്രന്ഥങ്ങളിലും മറ്റും പറയുന്നത് നല്ല കുലീനന്മാരായിരിക്കണം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ടും ഭാഷ കൊണ്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഒരു കുലീനത്വം ഉണ്ടാകണം. അത് വിദ്യാഭ്യാസം കൊണ്ടാണ് ശരിക്കും ഉണ്ടാകേണ്ടത്. ജപം കൊണ്ട് ഉണ്ടാകണം, ധ്യാനം കൊണ്ട് ഉണ്ടാകണം, ഉപാസനകൾ കൊണ്ട് ഉണ്ടാകണം. അങ്ങനെയുള്ള പുരോഹിതന്മാർ എപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നു അപ്പോൾ മാത്രമേ ആ ക്ഷേത്രം സമൂഹത്തിന് അനുഗ്രഹമായിട്ട് വരുള്ളൂ, നമ്മുടെ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് സഹായകമായിട്ട് വരികയുള്ളൂ. അതിൽ ഈ ധർമ്മത്തെ നിലനിർത്താൻ ക്ഷേത്രങ്ങൾ നശിച്ചാൽ ധർമ്മം നശിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയെങ്കിലും നശിക്കില്ല. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകം മാത്രമാണ്. എല്ലാം ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല പോകുന്നത്. കർമ്മമാർഗമുണ്ട്, ജ്ഞാനമാർഗമുണ്ട്, ഉപാസനാമാർഗമുണ്ട്, ഇങ്ങനെ പല മാർഗങ്ങളുണ്ട്. ഇങ്ങനെ ഉള്ള പല മാർഗങ്ങൾ നമ്മുടെ ധർമ്മത്തിലുണ്ട്. അതിൽ ഒരു മാർഗം മാത്രമാണ് ക്ഷേത്രം എന്നുള്ളത്. ക്ഷേത്രത്തിലെ തൊഴിൽ അല്ല, തൊഴിലാളിയല്ല. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. നല്ല ഉപാസനയും പഠനവും വേദപഠനവും അതുപോലെ നല്ല ജീവിതചര്യയും നല്ല വാക്ശുദ്ധിയും ഒക്കെ ഉണ്ടായെങ്കിലേ എന്തുള്ളൂ, ഒരു പുരോഹിതനാകാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. ദ്വിജത്വം ഉണ്ടാകണം. ഇതൊന്നും ഇല്ലാതെയാണ് ഇന്ന് പറയുന്നത്. അതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ലക്ഷണം. ബ്രാഹ്മണ്യം ജന്മം കൊണ്ടുണ്ടാകുന്നതല്ല, ക്ഷത്രിയത്വം ജന്മം കൊണ്ടുണ്ടാകുന്നതല്ല. ബ്രാഹ്മണന് ക്ഷത്രിയൻ്റെ സ്വഭാവമാകാം, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാലും അവൻ ക്ഷത്രിയനാകാം, അവന് വൈശ്യനാകാം. ഈ സ്ഥലത്തിലുള്ള സ്വഭാവമൊക്കെ എല്ലാവരുടെയും ഉള്ളിലുമുണ്ട്. എന്നിലും ചിലപ്പോൾ ബ്രാഹ്മണ്യം കൂടി നിൽക്കാം, ചിലപ്പോൾ ബ്രാഹ്മണ്യ സ്വഭാവം കുറഞ്ഞിട്ട് എന്നിൽ ക്ഷത്രിയ ഭാവം ഉണ്ടാകാം, അതുപോലെ നിന്ന് ശൂദ്രഭാവവും എനിക്ക് ഉണ്ടാകും. അപ്പോൾ ഇത് എൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് നിർണ്ണയിക്കപ്പെടുക. അപ്പോൾ ഒരു ക്ഷേത്ര പൂജാരി എപ്പോഴും ബ്രാഹ്മണ്യ സ്വഭാവത്തെ വെച്ചു പുലർത്തുന്നവൻ ആയിരിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ബ്രാഹ്മണ്യ സ്വഭാവം എന്ന് പറയുന്നത് പഠനം, ഉപാസന, ജപം, വേദ പഠനങ്ങൾ, ആധ്യാത്മിക ശാസ്ത്ര പഠനങ്ങൾ, സമൂഹത്തെ വേണ്ട രീതിയിൽ നയിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത, ഇതൊക്കെ ഒരു പുരോഹിതന് ഉണ്ടാകണം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുക. അങ്ങനെയുള്ളവനെ മാത്രമാണ് ബ്രാഹ്മണൻ എന്ന് പറയുക. അതുകൊണ്ട് ബ്രാഹ്മണ്യം അത്ര മോശമാണ് എന്ന് നമ്മുടെ സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നില്ല. ബ്രാഹ്മണ്യമാണ് ഉത്തമമായ ജീവിതചര്യ എന്ന് പറയുന്നു. എന്നാൽ എല്ലാവർക്കും ബ്രാഹ്മണരാകാമെന്ന് ചോദിച്ചാൽ ആകാൻ പറ്റില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയുടെ ഒരു ഭാവം അങ്ങനെ തന്നെയാണ്. എന്നാൽ ജന്മം കൊണ്ടല്ല ബ്രാഹ്മണൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വ്യക്തിയുടെ ഗുണവിശേഷങ്ങളാണ് ബ്രാഹ്മണ്യം. ഒരു പുരോഹിതന് ബ്രാഹ്മണ്യവും ദ്വിജത്വവും ആവശ്യമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. കാരണം സാത്വിക, രാജസം, താമസം ഈ സ്വഭാവങ്ങളെ പറ്റി പറയുന്നുണ്ട്. സാത്വിക സ്വഭാവം ഏതൊരു വ്യക്തിയിൽ ഏറിയിരിക്കുന്നോ അയാളാണ് ബ്രാഹ്മണൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ആ നിലയിൽ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ബാധ്യതയും സമൂഹത്തെ നയിക്കേണ്ട ബാധ്യതയുമാണ് നമ്മുടെ പുരോഹിതന്മാർക്കുള്ളത്. അങ്ങനെയുള്ള പുരോഹിതന്മാരില്ലാതെ വന്നതാണ് നമ്മുടെ സമൂഹത്തിന് ദോഷമായിട്ട് വന്നത്. ഇങ്ങനെയുള്ള പ്രവണതകളെ നമുക്ക് ഇല്ലാതെയാക്കേണ്ടതുണ്ട്. എല്ലാവരും അതിൽ കൂട്ടായിട്ട് ശ്രമിക്കുകയും ചർച്ചകൾ ആവശ്യമായി വരികയും ചെയ്യുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമസ്കാരം.